നമുക്കിന്നേ ഉപ്പുമീൻ തേങ്ങയും മുളക് വരച്ച് കുടംപുളിയിട്ട് കറി വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ കറി ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇത് നങ്കുപ്പുമീൻ ഒഴിച്ചിട്ട് വേറെ എല്ലാ ഉപ്പുമീനും കൊണ്ട് ഉണ്ടാക്കാവേ. അപ്പോൾ ഞാനിവിടെ ഒരു 20 രൂപയുടെ ബ്രാലുപ്പുമീനാണ് എടുത്തേക്കണത്. അപ്പോൾ അത് ചെതമ്പലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുന്നുണ്ടേ. അതിനിടെ മാറ്റി വെച്ച ശേഷം ഒരു മൺചട്ടി എടുത്ത് അതിലോട്ട് 2 കഷ്ണം കുടംപുളി, 2 പച്ചമുളക് നടുവേ കീറിയതും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അല്പം വെള്ളവും കൂടി ഒഴിച്ച് അടുപ്പത്ത് തിളപ്പിക്കാനായിട്ട് വെക്കാം. അത് നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് ഉപ്പുമീനെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ആ ഉപ്പുമീനൊക്കെ ഒന്ന് നല്ലതുപോലെ വേവട്ടെ. ആ നേരം കൊണ്ട് നമുക്കിവിടെ ഒരു തേങ്ങാരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ അരമുറി തേങ്ങ ചിരവിയത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ നിറച്ച് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം. ഉപ്പുമീൻ നല്ലതുപോലെ വെന്ത് ആ പുളിയൊക്കെ പിടിച്ച ശേഷം ആ കുടംപുളി എടുത്ത് മാറ്റണം. എന്നിട്ട് ഇതിലോട്ട് തേങ്ങാരപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ സാധാരണ നമ്മൾ തേങ്ങാച്ചാറ് വെക്കുന്നത് പോലെ ഒന്ന് ചൂടാക്കിയിട്ട് തീ ഓഫാക്കാം. പിന്നെ നമുക്കതിലോട്ട് കടുക് താളിച്ചിടാം കേട്ടോ. ഇതുവരെ ഉപ്പുമീൻ തേങ്ങ അരച്ച് കറി വെച്ച് കഴിച്ച് നോക്കാത്ത ആൾക്കാരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി